കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രക്കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ പറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കാര്യം തീരുമാനമാക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ തീരുമാനമാക്കാൻ പോകുന്നത് അതിനകത്തൊരു എമർജൻസി ലൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു എമർജൻസി ലൈറ്റിനെ നമുക്ക് പഴയ കണ്ടീഷനിലോട്ട് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമല്ലോ എന്ന് നോക്കാം. ഈ ആഗ്രക്കട ലൊക്കേഷൻ വരുന്നത് പന്തളം KSRTC ബസ് സ്റ്റാൻഡ് അടുത്തായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ബോഡി കവർ റിമൂവ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ പവർ ലൈൻ ആദ്യം കൊടുത്ത് ചെക്ക് ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മഴയൊക്കെ നനഞ്ഞ് കിടന്ന അതിൻ്റെ അകത്തെ അവസ്ഥ എന്തോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ബോഡി റിമൂവ് ചെയ്തിട്ട് ശേഷം നമുക്കിത് പവർ കൊടുത്ത് നോക്കാം. ഇതിൻ്റെ ബോഡി കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ പ്രസൻസ് ഒന്നുമില്ല, പക്ഷേ ഈ ബാറ്ററി പോകാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടുള്ള ആസിഡ് ബാറ്ററിക്ക് പൊതുവേ ലിഥിയം ബാറ്ററി അത്ര ലൈഫ് കാണാറില്ല. പിന്നെ ഇതിൻ്റെ ബോർഡ് ഫുള്ള് ചെക്ക് ചെയ്ത സമയത്ത് ഇതിനകത്ത് ഒരു റെസിസ്റ്റർ കരിഞ്ഞു പോയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഞാൻ ഇതുകൊണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ഈ സെയിം അവസ്ഥ തന്നെയായിരുന്നു. റെസിസ്റ്റർ ഫുള്ള് ബേൺ ആയി പോയിട്ട് നമുക്ക് ഇതിൻ്റെ കളർ കോഡ് വെച്ച് റെസിസ്റ്റർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അതിൻ്റെ 2 ഫോട്ടോ എടുത്ത് ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചു. അപ്പോൾ ജെമിനി ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് 10 ഓമിൻ്റെ റെസിസ്റ്റർ ആവാനാണ് സാധ്യത എന്നാണ്. അപ്പോൾ ജെമിനി ചേച്ചി പറഞ്ഞ അപ്പീൽ നമ്മൾ 10 ഓമിൻ്റെ റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിനകത്തിരിക്കുന്ന പഴയ ബാറ്ററി റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബോർഡിനകത്ത് ബേൺ ആയിട്ടിരിക്കുന്ന ആ പഴയ റെസിസ്റ്ററോട് നീക്കം ചെയ്യാം. എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് എടുത്ത് വെച്ച റെസിസ്റ്റർ നമുക്ക് ഈ ഒരു ബോർഡിലോട്ട് സോൾഡറിങ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ റെസിസ്റ്റർ ബോർഡിനകത്ത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ അടിഭാഗത്തോടാണ്. നമ്മൾ ഈ ബോർഡ് ഈ ഒരു ബോഡിയിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഫിറ്റ് ചെയ്താൽ മതി. മുകളിലോ താഴെ എന്നുള്ളൊരു പ്രശ്നമല്ല. ഇതിനൊപ്പം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഞാൻ ഡയോഡുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ഡയോഡുകൾക്ക് എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ഇതിനകത്ത് ഡയോഡുകൾക്ക് ഷോർട്ടൊന്നും ഇല്ല. ഇനി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പഴയ ബാറ്ററി വരെ ഞാൻ ഒരു പുതിയ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊളാരിറ്റി മാറാതെ ഈ ബോർഡിലോട്ട് തന്നെ സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഴയ ഉണക്കാൻ ഈ ബാറ്ററിയും ബോർഡും അല്ലെങ്കിൽ ഒരു ബോഡിക്കകത്ത് ഉറപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അത് പഴയ ഉണക്കാൻ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി പഴയ ഉണക്ക് ബാക്ക് കവർ ഇട്ട് നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. ഇതെല്ലാം ക്ലോസ് ചെയ്തതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഞാനിത് അഴിച്ച സമയത്ത് എൻ്റെ സ്വിച്ച് കൂടെ ചെക്ക് ചെയ്യാനായിട്ട് മറന്നുപോയിരുന്നു. എന്തായാലും ഞാൻ ഇതൊന്നുകൂടെ ഓപ്പൺ ചെയ്തു. മെറ്റൽ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ മഴ മൂലം ഉണ്ടാകുന്ന തുരുമ്പായിരിക്കും ഇതിനകത്ത് പ്രോപ്പറായിട്ട് കണക്ഷൻ കിട്ടാത്ത കാരണം. ഇതിലെ തുരുമ്പ് കളയാനായിട്ട് നമുക്ക് WD-40 മാതിരിയുള്ള എന്തെങ്കിലും കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിച്ചാൽ മതി. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന സാനിറ്റൈസറാണ്. കെമിക്കൽ അടിച്ച ശേഷം നമ്മൾ ഈ സ്വിച്ച് കുറേ വട്ടം ഓഫ് ഓൺ ആക്കെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം മാറി കിട്ടും. ഇപ്പോൾ ഈ ഒരു സ്വിച്ചിൻ്റെ പ്രോബ്ലം മുഴുവൻ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ഉണക്കാൻ അസംബിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് പവർ ലൈനോട് ചെക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ചെക്ക് ചെയ്യുവാണേ. കണ്ടില്ലേ ചാർജിങ് ഇൻഡിക്കേറ്റർ കത്തുന്നത്. ആ സമയത്ത് ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ നോക്കാം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബോഡി ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാവേ. എന്തായാലും പവർ സപ്ലൈ ഊരി വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലെല്ലാം ഭയങ്കര അഴുക്കാവും. ഒന്നാമത് ഈ ആക്രി കിടന്ന സാധനങ്ങളൊക്കെയാണ്. ഞാൻ ഇച്ചിരി ടിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ചിലപ്പോൾ ഇതിൻ്റെ പെയിൻ്റൊക്കെ പോകാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചിലപ്പോൾ വെളുക്കും കയറി. ടിന്നർ ഉപയോഗിച്ച് നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലതായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് LED പാനലിലൂടെ തുടച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പം ഒരുവിധം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാറ്ററിക്ക് ചാർജ് ഇല്ല. എന്തായാലും നമുക്ക് കുറച്ചേരം കുത്തിയിടാം. അപ്പോൾ എന്തായാലും ഇത് 1.5 മണിക്കൂർ ചാർജിങ്ങിന് കിടന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാനൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഓൺ ആക്കാം. ഓക്കെ, കണ്ടില്ലേ വർക്ക് ചെയ്യുന്നു. ഈ സ്റ്റുഡിയോ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. പ്ലീസ് ഓഫ് ദ സ്റ്റുഡിയോ ലൈറ്റ്. യാ, കണ്ടില്ലേ അടിപൊളി വെട്ടമുണ്ടല്ലേ. കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.